നാലാം അന്വേഷണം അപ്രാപ്തപ്രതിഷേധോയും തം പശ്യന്തി ദർശനസ്യ പ്രകൃതത്വദോഷഃ സൃഷ്ട്യാദിവാഖ്യാനം ആത്മീകത്വ പ്രവൃത്യർത്ഥപരത്വം പ്രകൃതമേവ ദർശനം രൂപം വരൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇതി മന്ത്രവർണ്ണ തത്ര പ്രാണനാദി ക്രിയാവിശിഷ്ടസ്യ ദർശനഹേതുമാഹ. സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ പറയുന്നത് ആത്മൈകത്വ പ്രതിപത്യർത്ഥം, ആത്മൈകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് വാക്യങ്ങൾ. അപ്പൊ സൃഷ്ടിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയും അതിനു വേണ്ടി തന്നെ. അതാണ് പറഞ്ഞു രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. ഓരോ ഉപാധികളിലും ഇവിടെ പ്രതിരൂപം ഉണ്ടായി, പ്രതിബിംബം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇത് പ്രതിബിംബം പോലെയാണ്. ഓരോ ഉപാധികളിലും, അന്ധകരണ ഉപാധികളിലും, ഓരോ ബുദ്ധി തുടങ്ങിയ ഉപാധികളിലും ജീവഭാവം, അതാണ് ഇവിടുത്തെ പ്രതിബിംബം, അതുണ്ടായി. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശം, വായു ക്രമത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയും. ഈ രീതിയിലും പറയും. എന്താണ് അത്? പ്രതിബിംബ രൂപത്തിൽ ജീവൻ ആവിർഭവിച്ചു അങ്ങനെ പറയും. അതാണ് രൂപം രൂപം പ്രതിരൂപ ബഭൂവ. അതിനുവേണ്ടി തദസ്യ രൂപം പ്രതിചക്ഷണായ. എന്തിനു വേണ്ടി അങ്ങനെ സൃഷ്ടി സംഭവിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് എന്തിനങ്ങനെ വർണ്ണിക്കുന്നു പറയുന്നു? പ്രതിചക്ഷണായ, ആത്മയാഥാത്മ്യ പ്രതിഖ്യാപനായ. പ്രതിചക്ഷണായ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ് ആത്മാ യാഥാത്മ്യ പ്രതിഖ്യാപനം. ആത്മാ
യാഥാത്മ്യം, ആത്മാവിന്റെ വാസ്തവസ്ഥിതി, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, അവന്റെ ആ ജീവന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രതിഖ്യാപനായ അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജീവന് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടി എന്ന്. ആ ജീവന് സൃഷ്ടിപ്പെട്ടതാണ്. ആ സൃഷ്ടിപ്പെട്ട ജീവന് തന്നെ എന്താണ് തന്റെ സ്വരൂപം എന്ന് വെളിപ്പെടണം. അതെങ്ങനെ? അന്യഥ അനാദി അനിർവചനീയ അവിദ്യാപടാവൃതസ്യ ബുദ്ധിവൃത്തി ഉപാധി പ്രതിബിംബഭാവേ സ്വരൂപപ്രകാശാനുപത്തേ. ഈ ബുദ്ധിവൃത്തി എന്ന് പറയുന്ന ഒരു ഉപാധി, ഈ ഉപാധിയിലൂടെയാണ് ഈ പ്രതിബിംബം ഉണ്ടായത്, അല്ലെങ്കിൽ ജീവഭാവം ഉണ്ടായത്. ആ ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയെ ആശ്രയിച്ച് ഈ ജീവഭാവം വന്നു. ആ ബുദ്ധിയെ ആശ്രയിച്ചിട്ട് തന്നെ ആ ജീവൻ സ്വസ്വരൂപത്തെ അറിയും. അപ്പം മുഴുവൻ സൃഷ്ടിയുടെയും ആത്യന്തികമായ താല്പര്യം ഇത് തന്നെയാണ്. ആ സൃഷ്ടിക്ക് മറ്റൊരു ഉപയോഗമൊന്നുമില്ല. ആ ജീവന്റെ സ്വരൂപ സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ഈ സൃഷ്ടിയുടെ വാസ്തവ പ്രയോജനമെങ്കിൽ ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നു, പലതരത്തിൽ വർണ്ണിക്കുന്നു. അതെല്ലാം ആ ജീവന് ആ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തദസ്യ രൂപം പ്രതിചക്ഷണായ, അതിന് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് സൃഷ്ടിയുടെ പ്രയോജനം? ആർക്കാണിത് പ്രയോജനപ്പെടേണ്ടത്? ജീവന്. അപ്പൊ ജീവന് സൃഷ്ടിയെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന എന്തിനു വേണ്ടി? ജീവന് ഈ സൃഷ്ടി അനുഭവപ്പെടുന്നത് അതെന്തിനു വേണ്ടി? സൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ജാഗ്രത സ്വപ്ന രൂപത്തിൽ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം രണ്ടു തരത്തിലേ അനുഭവപ്പെടുന്നുണ്ട്, ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം. ഇതെന്തിനു വേണ്ടി? അത് സ്വസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി. ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം ഇല്ലെങ്കിൽ സ്വസ്വരൂപത്തെ അറിയാൻ കഴിയത്തില്ലേ? ഇല്ല. കാരണം സൃഷ്ടിയുടെ ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒരേ ഒരു അനുഭവം സുഷുപ്തിയുടെ അനുഭവം. ജാഗ്രത സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നീട് ശേഷിക്കുന്ന എന്താണ്? കേവലമായ സുഷുപ്തി. അവിടെ ഒരു ബോധവുമില്ല, ആത്മബോധവുമില്ല, പ്രപഞ്ചബോധവുമില്ല. മറ്റൊരു സ്ഥലത്ത് അറിയാൻ വഴിയില്ല. ഈ മൂന്നനുഭവം അല്ലാതെ മറ്റൊരു സ്ഥലമില്ല ജീവൻ. അങ്ങനെയൊന്നും ജീവന്റെ അനുഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ അന്തർഭവിച്ചിരിക്കും. അപ്പോൾ സുഷുപ്തിയിൽ നിന്ന് വിട്ട് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്ന പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അവിടെ ജീവഭാവം വന്നു. അതുവരെ ജീവഭാവം ഉണ്ടായിരുന്നു, അതുവരെ പരഭാവത്തിലായിരുന്നു. ആ പരഭാവം വിട്ട് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ അനുഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അടുത്തത് അതിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഓരോ ഭാവത്തിൽ കർത്താവായും ഭോക്താവായും
വിജ്ഞാതാവായും മന്ദാവായും മനനം ചെയ്യുന്നവനായും അറിയുന്നവനായും എല്ലാം മാറുന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ പ്രയോജനം പറയുന്നു. ഇവിടെ ഈ ബുദ്ധിവൃത്തിയിലൂടെ ഇതറിയാൻ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ അറിവ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, അത് സ്വാഭാവികമാണ്. ബുദ്ധിയെ ആശ്രയിച്ചിട്ട് അറിയുന്നു. അതിന് ഒരുപാട് ഉപാധികളെ ആശ്രയിക്കേണ്ടി വരുന്നു. ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. കരണങ്ങളെ, ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ശരീരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാലേ പ്രപഞ്ചാനുഭവം സ്വാഭാവികമാണ്. അതേ ബുദ്ധിവൃത്തിയെ തന്നെ ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കാതെ, ഇന്ദ്രിയങ്ങളെ, കരണങ്ങളെ ആശ്രയിക്കാതെ കേവലമായ ബുദ്ധിവൃത്തിയെ ആശ്രയിച്ചിട്ട്, ഏകമായ ഉപാധി ആശ്രയിച്ചിട്ട് സ്വരൂപത്തെ അറിയുന്നു. അതാണ് ബുദ്ധിവൃത്തി ഉപാധി. ആ പ്രതിബിംബം തന്നെ എന്ന് പറഞ്ഞാൽ ബുദ്ധിവൃത്തിയുള്ള പ്രതിബിംബമായ രൂപത്തിലുള്ള ആ ജീവൻ ബുദ്ധിവൃത്തിയാകുന്ന ഉപാധിയിലൂടെ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ അറിവും സ്വാഭാവികം എന്ന് പറയുന്നത്. അതൊരു ഭാനമാണ്, അതൊരു പ്രതീതിയാണ്, അത് സ്വാഭാവികമാണ്. അതിന് ബുദ്ധിവൃത്തി ആശ്രയിക്കുന്നുണ്ട്. ബുദ്ധിവൃത്തിയുടെ ആത്യന്തികമായ പ്രയോജനം അത് തന്നെ. തദസ്വരൂപം പ്രതിചക്ഷണായ ഇത് മന്ത്രവർണ്ണ. അത് ബുദ്ധിവൃത്തിയിലൂടെ അറിയുന്നത് അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണെങ്കിലും ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർണമായ അറിവാണ്. അതിനടുത്ത് പറയുന്നത് തത്ര പ്രാണനാദി ക്രിയാവിശിഷ്ടസ്യ ദർശനേ ഏതുമാ. ബുദ്ധിവൃത്തിയിലൂടെ പരമാർത്ഥത്തിൽ അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണ്. ശ്രവണം, മനനം എന്നെല്ലാം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ അറിയുന്നത് എന്താണ്? ആ ജീവഭാവത്തെ അറിയുന്നതാണ് പ്രാണനാദി ക്രിയാവിശിഷ്ട. ആ ജീവഭാവം അതിനെ അറിയുന്നു. അതെന്തുകൊണ്ട്? അതടുത്ത് പറയുന്നു അകൃഷ്ണോ ഹിസ. ശ്രുതിയിൽ പറയുന്നു ആ അറിവ് അപൂർണമാണ്, പൂർണമായ അറിവ്. എന്തുകൊണ്ട്? ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അകൃഷ്ണോ ഹിസ പ്രാണന്നേവ പ്രാണോ നാമ ഭവതി വദൻ വാക് പശ്യൻ ചക്ഷുഃ ശൃണ്വൻ ശ്രോത്രം മന്വാനോ മനഃ താന്യസേതാനി കർമ്മനാമാന്യേവ സയോ അത ഏകൈകം ഉപാസ്തേ ന സ വേദ അകൃഷ്ണോ യേഷു അത ഏകൈകേന ഭവത്യാത്മേത്യൈവ ഉപാസീത അത്ര ഹ്യേതേ സർവ ഏകം ഭവന്തി തദ്ദേതത് പതനീയമസ്യ സർവസ്യേദയമാത്മാ അനേന ഹ്യേതസർവം വേദ യഥാഹ വൈ പദേന അനുവിന്ദേത ഇവം കീർത്തിം ശ്ലോകം വിന്ദതേ ഏവം വേദ. അകൃഷ്ണോ ഹി സ. ഈ സൃഷ്ടിയുടെ അനുഭവം അത് അപൂർണമാണ്. എന്തുകൊണ്ട്? ഉപാധികളെ ആശ്രയിച്ചറിയുന്നുണ്ട്. ഉപാധികളെ ആശ്രയിച്ചറിയുന്ന ഏതറിവായാലും അപൂർണം തന്നെ. സ്വരൂപത്തെ അറിഞ്ഞാൽ പോലും അത് അപൂർണമാണ്. ഉപാധിയെ ആശ്രയിക്കാതെ അറിയാനും കഴിയില്ല. പൂർണ്ണത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാലും അത് അപൂർണമാണ്. എന്തുകൊണ്ട്? ദർശനം അത് ബുദ്ധിയെ ആശ്രയിച്ചുള്ളതാണ്. പക്ഷെ അതിന് വിശേഷത എന്താണ്? ബുദ്ധിയെ ആശ്രയിച്ചിട്ട് സ്വസ്വരൂപത്തെ അറിയുമ്പോൾ മറ്റുള്ള ദർശനങ്ങൾ അവിടെ അസ്തമിക്കുന്നു. മറിച്ച് മറ്റു ദർശനങ്ങളിലാണെങ്കിലോ അത് പരസ്പരം പരിച്ഛിന്നമായിരിക്കുന്നു. അകൃഷ്ണോ അസമസ്തോ ഹിസ, അത് അപൂർണമായിരിക്കുന്നു.
പരിച്ഛിന്നമായിരിക്കുന്നു. പ്രാണനാദി ക്രിയാവിശിഷ്ട, പ്രാണവ്യാപാരം, അതിനെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ. ഈ ശരീരത്തെ, ഈ ജീവനെ പിടിച്ചു നിർത്തുന്നു പ്രവർത്തികൾ. അതാണ് പ്രാണനാദി ക്രിയാവിശിഷ്ടമായത്. ഏതൊന്നുകൊണ്ടാണോ ഈ ശരീരത്തിൽ വിശപ്പും ദാഹവും മറ്റും അനുഭവപ്പെടുന്നത്, ശാരീരികമായ ധർമ്മങ്ങൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് നിർവഹിക്കുന്നത്, പ്രാണാപാനാദി വ്യവഹാരങ്ങൾ, ഇതാണ് പ്രാണനാദിക്രിയകളെന്ന് പറയുന്നത്. ആ ക്രിയാവിശിഷ്ടമായി തന്നെയാണ് അറിയുന്നത്. ഇത് അപൂർണതയാണ്. കുതഃ പുനരാകൃഷ്ണത്വമിതി ഉച്യതേ പ്രാണനേവ പ്രാണനക്രിയാമേവ കുറുവൻ പ്രാണോ നാമ പ്രാണസമാഖ്യ പ്രാണവിധാനോ ഭവതി. ഈ പ്രാണനക്രിയ കുറുവൻ, പ്രാണനക്രിയ, ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ ജീവവ്യാപാരം, അല്ലെങ്കിൽ ജീവനവ്യാപാരം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മുഖ്യമായും തന്റെ പ്രാണൻ അത് ഈ ശരീരത്തിലുണ്ടെന്നറിയുന്നു. പ്രാണസാന്നിധ്യത്തെ ഈ ശരീരത്തിൽ ഒരുവൻ അനുഭവിക്കുന്നു. പറയുന്നത് താൻ ജീവിച്ചിരിക്കുന്നു. അതിന്റെ തെളിവായിട്ട് ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശരീരത്തിൽ രക്തപ്രവാഹവും മറ്റും ഇതെല്ലാം സ്വയം അറിയാൻ കഴിയും. തന്നിലറിയുമ്പോൾ പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നു. മറ്റൊരാളിലറിയുമ്പോൾ പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നു. അവിടെ ആ പ്രാണനം വ്യാപാരം, ആ നമ്മ പ്രാണസമാഖ്യ പ്രാണവിധാനോ ഭവതി, പ്രാണന ക്രിയ കർത്തൃത്വാദി പ്രാണരീതി പറയുന്നു. ഇവിടെ പ്രാണനുണ്ട്, ഈ ശരീരത്തിൽ പ്രാണനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ പ്രാണൻ ഉള്ളതുകൊണ്ട് പറയുന്നു പ്രാണി, പ്രാണനുള്ളത് എന്നുള്ളത് പ്രാണിതി എന്ന് പറയുന്നു. അവിടെ അറിയുന്നത് എന്താണ്? ആ ജീവന്റെ സാന്നിധ്യം, പരമാത്മ സാന്നിധ്യത്തെ തന്നെ ജീവഭാവത്തെ അറിയുന്നു. സാധാരണ ഒരു ജീവനെ സംബന്ധിച്ച് പരമാവധി അറിയാൻ കഴിയുന്ന ഇതാണ്, ആ ജീവസാന്നിധ്യത്തെ ഈ ശരീരത്തെ അറിയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ പ്രാണന വ്യാപാരം ചെയ്താൽ അവിടെ ജീവിച്ചിരിക്കുന്നവനെന്നറിയുന്നു. നാന്യം ക്രിയാം കുറുവൻ യഥാ ലാവക പാചക, ഓരോ പ്രവൃത്തിക്കുമനുസരിച്ച് തന്നെ തിരിച്ചറിയുന്നു എന്നാണ്. ലാവകൻ, പാചകൻ എന്നെല്ലാം പറയുന്നു. പാചകൻ എന്ന് വെച്ചാൽ പാകം ചെയ്യുന്നവൻ. ലാവകൻ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നു, അരിഞ്ഞു കൊടുക്കുന്നതാണ് അവന് ലാവകൻ. പച്ചക്കറിയെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ലാവകൻ. വലിയ സദ്യയൊക്കെ നടക്കും. പാചകൻ അത് പാകം ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ടാണ്. ഒരാൾ പാകം ചെയ്യുന്നു, ഒരാൾ പാചകൻ എന്ന് പറയുന്നു. ഒരാൾ അതെല്ലാം പച്ചക്കറിയെല്ലാം വെട്ടിക്കൊടുക്കുന്നുണ്ട്, അവനെ ലാവകൻ എന്ന് പറയുന്നു. ലൂഞ്ഞിച്ഛേദനെ ഛേദിക്കുക. ഒരു സ്ഥലത്ത് തന്നെ ഓരോ പ്രവൃത്തിക്കനുസരിച്ച് ഓരോരുത്തരെ ഓരോ പേരിട്ട് വിളിക്കുന്നു. അതുപോലെ ഇവിടെയും പ്രാണൻ എന്ന് പറയുന്നു. അത് പ്രാണന ക്രിയ ചെയ്യുന്നുണ്ട്. തസ്മാ ക്രിയാന്തര വിശിഷ്ട അനുപസംഹാര അകൃഷ്ണോഹിസ. ഇവിടെ ഈ പ്രാണ വ്യാപാരം നടത്തിക്കൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ഈ പ്രാണനം ചെയ്യുന്ന ഈ ജീവഭാവം, ഇത് നമ്മൾ ഈ അനുഭവിക്കുന്ന തരത്തിൽ പൂർണ്ണമാണോ അല്ല എന്നാണ്. സാധാരണ ഒരുവനുള്ളത് ഏറ്റവും കൂടുതലുള്ള ഈ പ്രാണാഭിമാനമാണ്. ഞാൻ എന്ന് പറയുന്ന ഈ അഭിമാനം, ഇത് ആ പ്രാണാഭിമാനമാണ്. എന്തുകൊണ്ട്? ആ ജീവൻ പ്രാണക്രിയയിലൂടെ ഈ ശരീരത്തിലെല്ലാം വ്യാപിച്ച് ആ ശരീരത്തിൽ ശരീരം സ്വയം ചൈതന്യവത്തായി അഭിമാനിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്, ജീവനുള്ളവനാണ്. ഇത് അപൂർണമാണ് ഈ അനുഭവം.
അത് ജീവന്റെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. തഥാ വദനക്രിയാം കുറുവൻ ഭക്തി, അത് തന്നെ അവൻ വചിക്കുന്നു. അപ്പോൾ അവൻ ഭക്താവായിരിക്കുന്നു. അതും പരിച്ഛിന്നമാണ്, പൂർണ്ണതയല്ല. ഒരേ ഒരു ചൈതന്യം തന്നെ പല ഭാവത്തിൽ ഒരിടത്ത് ആ പ്രാണനിൽ അഭിമാനിച്ചുകൊണ്ട് താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നു. പിന്നെ വാഗേന്ദ്രിയത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ വക്താവായിരിക്കുന്നു. വാക് പശ്യൻ ചക്ഷു ചഷ്ട ചെയ്ത് ചക്ഷുദ്രഷ്ട, ഇനി കാണുമ്പോൾ അവൻ കാണുന്നവനായിരിക്കുന്നു. സ്വസ്വരൂപത്തില് ആ പൂർണ്ണതയിൽ വരുന്ന അപൂർണമായ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. ശൃണ്വൻ ശൃണോതീരി, കേൾക്കുമ്പോൾ അവൻ പറയുന്നു. ശ്രോത്രം ശ്രോതാവായിരിക്കുന്നു. പ്രാണനേവ പ്രാണോ വദൻ, വാഗിത്യാഭ്യാം ക്രിയാശക്തി. പ്രധാനമായിട്ടും രണ്ട് ശക്തി. ഒന്ന് ക്രിയാശക്തി, പ്രാണനാദികളിലൂടെ ജീവൻ പ്രവർത്തിക്കുമ്പോൾ വിശപ്പ്, ദാഹം തുടങ്ങിയ ശാരീരിക പ്രവൃത്തികൾ നിർവഹിക്കുമ്പോൾ അതെല്ലാം അവിടെ ക്രിയാശക്തികളാണ്. അതിലൂടെ പ്രധാനമായി രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് പ്രാണക്രിയ, മറ്റൊന്ന് വാചികക്രിയ, വദനം ചെയ്യുക. ക്രിയാശക്തിദ്ഭവ പ്രദർശിതവും പശ്യൻ ചക്ഷു ശൃണ്വൻ ശ്രോത്രവിദ്യാഭ്യാം വിജ്ഞാനശക്തി, മറ്റൊന്ന് കാണുന്നു, ശൃണ്വൻ കേൾക്കുന്നു. അവിടെ ആ വിജ്ഞാനശക്തിയെക്കുറിച്ച് പറയുന്നു. ഇപ്പൊ രണ്ട് ശക്തികൾ ഈ ജീവനിൽ ആശ്രയിച്ച്, ഒന്ന് പ്രാണശക്തി, മറ്റൊന്ന് വിജ്ഞാനശക്തി. ആ പ്രാണശക്തിയിലൂടെ ഈ ശാരീരികമായ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. അത് ശരീരമാകുന്ന ഈ പിണ്ഡത്തെ ആശ്രയിച്ച് ആണ് ഇരിക്കുന്നത് പൂർണ്ണമായി. ജ്ഞാനശക്തി എങ്ങനെ? അത് ബാഹ്യമാകും, ബാഹ്യലോകത്തെ അത് ഗ്രഹിക്കുന്നു. ബാഹ്യലോകത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ഇനി ഈ രണ്ട് ശക്തികൾ ഈ ജീവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രദർശിതേ നാമരൂപ വിഷയത്വ വിജ്ഞാനശക്തി. അതിൽ ജ്ഞാനശക്തിയുടെ വിഷയമായിരിക്കുന്ന എന്താണ്? നാമരൂപങ്ങളാണ്. അതിൽ നാമം എന്ന് പറയുന്നത് കൊണ്ട് ശബ്ദം, ജ്ഞാനശക്തി ശ്രവിക്കുന്നത്, ശബ്ദം ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നത്. രൂപമെന്ന് പറയുന്നത് കൊണ്ട് കാണുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നതെല്ലാം രൂപമാണ്. അതെല്ലാം ഒരുപോലെയാണ്. ശബ്ദത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശ്രുതി ശബ്ദാത്മകമാണ്. ഇനി ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് ശബ്ദം എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെയാണ്, ശ്രവണം. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം മാറ്റിവെക്കുന്നത്. മറ്റ് ജ്ഞാന ഉപാധികൾ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അല്ല കേൾക്കുക ഒഴികെ ബാക്കിയുള്ളത്, കാണുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതിലൂടെയൊന്നും ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. തത്വത്തെ ശ്രവണത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാമത്തിന് അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രാധാന്യം. അപ്പോൾ നാമരൂപ വിഷയത്വം, നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുക എന്നതാണ് വിജ്ഞാനശക്തി. ശ്രോത്ര ചക്ഷുഷി വിജ്ഞാനസ്യ സാധനെ, ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത്, അതിന്റെ കർണമായിരിക്കുന്നത് ശ്രോത്രവും ചക്ഷുഷുമാണ്. ശ്രോത്രം എന്ന് പറയുന്നതുകൊണ്ട് ചക്ഷുഷം എന്ന് പറയുന്നതുകൊണ്ട് എല്ലാത്തിനും എടുക്കണം. വിജ്ഞാനന്തോ നാമരൂപ സാധനം, വിജ്ഞാനമാണ് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. നാമമായിരിക്കുന്ന ശബ്ദത്തെയും രൂപമായിരിക്കുന്ന ഗന്ധം, രസം, സ്പർശം തുടങ്ങിയവ, രൂപത്തെയും വർണ്ണം തുടങ്ങിയവയല്ല പൊതുവെ നാമരൂപങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നാമരൂപങ്ങളെ വിജ്ഞാനം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ജീവൻ ഏത് തലത്തിൽ നിൽക്കുന്നു, ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നത്, ജീവൻ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് തന്നെ ഗ്രഹിക്കുന്നത്,
ഇവിടെ നിന്ന് ഇനി എത്ര മാറ്റം വരണം, വന്നാലാണ് സ്വസ്വരൂപത്തെ, തന്റെ വാസ്തവ സ്വരൂപത്തെ ഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ നാമരൂപ വ്യതിരിക്തം വിജയം അസ്ഥി, നാമരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ശബ്ദത്തിൽ നിന്നും രൂപരസഗന്ധാദികളിൽ നിന്നും അപ്പുറം, അതിനപ്പുറം വിജ്ഞേയമായ ഒന്നുമില്ല. തയോശ്ചോപലംഭ്യകരണം ചക്ഷുശ്രോത്രേ. ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെല്ലാം. ചക്ഷുശ്രോത്രം എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഇന്ദ്രിയങ്ങളും. ക്രിയാച്ച നാമരൂപസാധ്യ പ്രാണസമവായിനി, ഈ പ്രാണൻ ആശ്രയിച്ചിരിക്കുന്നു, പ്രാണസമവായിനിയായിരിക്കുന്ന, പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ക്രിയ, ഇത് നാമരൂപസാധ്യമാണ്. നാമരൂപാത്മകമായിരിക്കുന്ന കരണങ്ങൾ നാമരൂപാത്മകമാണ്. കർണസാധ്യമാണ് ക്രിയ, പ്രവൃത്തി എന്ന് പറയുന്നത്. യാഗാദി പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് ശരീരം ആവശ്യമാണ്, ശരീരത്തിലെ അംഗങ്ങൾ ആവശ്യമാണ്, ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം നാമരൂപങ്ങളാണ്. ഈ നാമരൂപ സാധ്യമായിട്ടാണ് കർമ്മങ്ങളെല്ലാം. തസ്യഹ പ്രാണാശ്രയായ അഭിവ്യക്തു അക്കർണം. ക്രിയ അത് പ്രകടമാകുന്നതിന് വാക്കും കർണമാണ്. വാഗിന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശബ്ദത്തിലൂടെ ക്രിയ സാധ്യമാകുന്നു. തഥാ പാണിപാദോപായുപസ്ഥ, അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയെല്ലാം നിർവഹിക്കുന്നതിനാണ് ക്രിയ എന്ന് പറയുന്നത്. വാക്കിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അത് വാക്ക്രിയായി, വാഗിന്ദ്രിയത്തിന്റെ ക്രിയയായി. അതുപോലെ പാണി, പാദ, പായു, ഉപസ്ഥ തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ നിർവഹിക്കുന്നതല്ല. ഇത് ജീവവ്യവഹാരം, ജീവവ്യാപാരം, പ്രാണനെ ആശ്രയിച്ചുള്ള മുഖ്യമായ പ്രവൃത്തികൾ. സർവേഷാം ഉപലക്ഷണാർത്ഥ വാക്ക്, ഇവിടെ വാക്കെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് മറ്റ് കർമ്മേന്ദ്രിയങ്ങളെ കൂടി ഗ്രഹിക്കുന്നു. ചക്ഷു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങളെ ഗ്രഹിക്കുന്നു. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ഉപകരണങ്ങൾ, ഇതിനെ ആശ്രയിച്ച് ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ജീവൻ നാനാതരം വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഈ വ്യവഹാരങ്ങളെല്ലാം ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയണം. അതാ രൂപം പ്രതിചക്ഷണായ എന്ന് പറഞ്ഞല്ലോ. സ്വസ്വരൂപത്തെ ബോധത്തിന് വേണ്ടിയിട്ടാണ്. തദസ്വരൂപം പ്രതിചക്ഷണായ, അതിനുവേണ്ടിയിട്ടാണിത് വിശദീകരിക്കുന്നത്. ഏതദൈവ സർവം വ്യാകൃതം, സർവം വ്യാകൃതം ഏതദേവ, വ്യാകരിക്കപ്പെട്ടത്. എന്താ ഇവിടെ വ്യാകരിക്കപ്പെട്ടത്? വ്യാകരിക്കുക, പ്രകടമാകുക, അഭിവ്യക്തമാകുക. എവിടെ നിന്ന് അഭിവ്യക്തമായി? ആ സുഷുപ്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരവസ്ഥയിൽ നിന്ന്. അവിടെ വ്യാകൃതമായത്, പ്രകടമായത് സർവവും ഇങ്ങനെയാണ്. ഏതദേവ, ഈ ജീവന്റെ വ്യാപാരമായി എടുത്തു കാണിച്ചതാണ്. അത് പ്രാണശക്തി, അതിൽ തന്നെ ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇവയുടെ പ്രവർത്തനങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇതെല്ലാം, ഈ സൃഷ്ടി. ത്രയം വൈദം നാമ രൂപം കർമ്മ ഇതിജപക്ഷ്യതി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയും. ഈ വ്യാകൃത, ഈ ജഗത്, കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ ജഗത്, അതിന് വ്യാകൃതവും അവ്യാകൃതവും. വ്യാകൃതം നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം വ്യാകൃതമായി. ഇനി നമുക്കിതുപോലെ ഗ്രഹിക്കാൻ കഴിയാത്തത്, എന്നാൽ ഇങ്ങനെ ഗ്രഹിക്കുന്നതിന് കാരണമായി ഉണ്ടെന്ന് നമ്മൾ ഊഹിക്കുന്നത്, അത് അവ്യാകൃതമായി. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഗ്രഹിക്കണമെങ്കിൽ ഇതിന് പിന്നിലൊന്ന് വേണമെന്ന് നമ്മൾ ഊഹിക്കുന്നു, അത് അവ്യാകൃതം. അങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ ജഗത്ത്, ഇത് നാമ രൂപം കർമ്മ. അത് ഒന്ന് നാമം, മറ്റൊന്ന് രൂപം, മറ്റൊന്ന് കർമ്മം. അങ്ങനെ മൂന്നായി തിരിക്കാം.
എന്ന് പറയുന്നത്. ദിഹോക്ഷരി മന്വാനോ മനോ മനുതൈതി. അജീവൻ തന്നെ മനനം ചെയ്യുമ്പോൾ അവൻ മന്ദാവായിത്തീരുന്നു. ഇത് ജ്ഞാനശക്തി വികാരാണ് സാധാരണം. കാരണം ജ്ഞാനശക്തി വികാരങ്ങൾ ജ്ഞാനശക്തി വികാരങ്ങളാണ് ദർശനം, ശ്രവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. ജ്ഞാനശക്തി വികാരണ സാധാരണം കരണം ആണ്. അതിന് ഉപകരണമായിരിക്കുന്നതാണ് മനസ്സ്. ഇതെല്ലാം നാമരൂപാത്മകമാണ്. മനത്തെ അനേനേതി മനഃ. എന്തുകൊണ്ടാണോ മനനം ചെയ്യുന്നത് മനസ്സ്? പുരുഷസ്തു കർത്ത സന്മന്വാനോ മന ഇത്യുച്യതേ. ആ പുരുഷൻ തന്നെ മനനം ചെയ്യുമ്പോൾ അവനെ മനസ്സെന്ന് പറയുന്നു, അല്ലെങ്കിൽ മന്ദാവെന്ന് പറയുന്നു. തന്യതാനി പ്രാണാദീനി അസ്യാത്മന കർമ്മനാമാനി കർമ്മജാനി നാമാനി കർമ്മനാമാനി ഏവ നതോ വസ്തുമാത്ര വിഷയം. ഏതാനി പ്രാണാദീനി, ഈ പറയുന്ന പ്രാണാദികൾ, ഇവിടെ പറഞ്ഞല്ലോ ജ്ഞാനശക്തി, ക്രിയാശക്തി, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇവയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്താണ്? അസ്യാത്മനഃ, ഈ ആത്മാവിന്റെ കർമ്മനാമാനി, കർമ്മം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ പാചകൻ, ലാവകൻ എന്ന് പറഞ്ഞതുപോലെ കർമ്മജാനി നാമാനി കർമ്മനാമാനി, കർമ്മം കൊണ്ടുള്ള നാമങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. അതായത് കർമ്മനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്നത് കൊണ്ട് അവനെ ദ്രഷ്ട എന്ന് പറയുന്നു, കേൾക്കുന്നത് കൊണ്ട് അവനെ ശ്രോത എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതിന്റെ താല്പര്യം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ഈ ജീവന്. ജീവൻ നമ്മളെങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ രൂപത്തിൽ അത് ആവിർഭവിച്ചിരിക്കുന്നു. സൃഷ്ടിക്കുമ്പോൾ ഈ അനുഭവിക്കുന്ന തരത്തിലായിരുന്നില്ല, ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പ്രകടഭാവം, ജീവന്റെ പ്രകടഭാവം, അവിടെ മുഖ്യമായി 2 രൂപത്തിൽ, ഒന്ന് ജ്ഞാനാത്മകമായി, മറ്റൊന്ന് കർമാത്മകമായി ജീവൻ പ്രവർത്തിക്കുന്നു. ജ്ഞാനാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർമാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു? ഈ കർമ്മങ്ങളെ നിർവഹിക്കുന്നു, ശാരീരികമായ പ്രവൃത്തികൾ, വിശപ്പും ദാഹം പോലെയുള്ള പ്രവൃത്തികൾ, അത് പ്രാണന, വ്യാപാരം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഈ ചൈതന്യം തന്നെ. ചൈതന്യത്തിന്റെ തന്നെ രൂപാന്തരമാണ് ഇതെല്ലാം. ഇതെന്തിനു വേണ്ടി? തദസ്വരൂപം പ്രതിചക്ഷണായ എന്ന് പറയും. ഇതെല്ലാം സ്വസ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്നാൽ സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. മറിച്ച് എന്താകുന്നു? പറയുന്നു, ഞാൻ ശ്രോതാവാണ്, ഞാൻ മന്ദാവാണോ? ആരെങ്കിലും അറിയുന്നു താൻ സച്ചിദാനന്ദമാണോ? അതറിയാൻ കഴിയുന്നില്ല. മറിച്ചിട്ട് അറിയുന്നുണ്ട് താൻ ഞാൻ ജീവനുള്ളവനാണ്, പ്രാണനം ചെയ്യുന്നവനാണ്. ഇത്തരത്തിൽ നാനാതരത്തിലുള്ള അറിവുണ്ടാകുന്നു. ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുതന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ദിശ മാറിപ്പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. വാസ്തവത്തിൽ താൻ ദ്രഷ്ടാവായിട്ടല്ല അറിയേണ്ടത്. ദ്രഷ്ടാവെന്ന് പറയുന്നത് ഈ ജ്ഞാനക്രിയ തന്നിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നിൽ വന്നു ചേർന്ന ഒരവസ്ഥ. എങ്ങനെ ഞാനിത് കാണുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ താൻ ഇത് കാണുന്നവനല്ല.
ഞാനത് കേൾക്കുന്നു. വാസ്തവത്തിൽ താൻ കേൾക്കുന്നവൻ. കാണലിനും കേൾക്കലിനും ഇത്തരം ജ്ഞാനവ്യാപാരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവനാണ്, സർവാധാരമായിരിക്കുന്നവനാണ്. ആ താൻ സർവാധാരമായിരിക്കുന്നവനെന്ന് തന്നെ അറിയും. അങ്ങനെ അറിയുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നാണ്. താൻ കാണുന്നവനും കേൾക്കുന്നവനുമൊക്കെ ആയി മാറി. ഹിമാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ നേരെ വിപരീത ദശയിൽ സമുദ്രത്തിൽ ചെന്നെത്തി എന്ന് പറയുന്നു. സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ശ്രമം അവനെ കൊണ്ടെത്തിച്ചതെന്താണ്? ഈ പരിച്ഛിന്നമായ ഭാവങ്ങളിൽ ശ്രോതാവും മന്ദാവും വിജ്ഞാതാവും എന്നുള്ള ഭാവത്തിൽ ചേർന്നു. ഈ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഉള്ള ജീവാഭിമാനത്തോടുകൂടിയിരിക്കുമ്പോൾ ഈ ശരീരം വിട്ടുള്ള ആത്മാബോധം എങ്ങനെ ഉണ്ടാകുന്നില്ല. എന്നത് വസ്തുമാത്ര വിഷയമാണ്. ആ പരമാത്മ വസ്തു മാത്ര വിഷയമായിട്ട് ബോധം ഉണ്ടാകുന്നില്ല. ഈ ബോധങ്ങളെല്ലാം അതിനുവേണ്ടി തന്നെയാണ്. ജീവനെ വിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, അവിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, ആ ജീവന്റെ സർവകർമ്മങ്ങളും സർവപ്രവർത്തനങ്ങളും ഇതെല്ലാം ഈ സ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അത് വസ്തുമാത്ര വിഷയമാണ്. ആ വസ്തു മാത്രമായി വരണമില്ല. ഇത് അവസ്തു വിഷയം കൂടെ ആയിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാശിപ്പിക്കുമ്പോൾ ഇതിലൂടെയെല്ലാം പ്രകാശിക്കുന്ന സ്വസ്വരൂപം തന്നെയാണ്. പ്രകാശം എന്ന് പറയുന്നത് ആ ചൈതന്യമാണ്. ആ ചൈതന്യം പ്രകാശിക്കാതെ ഇതൊന്നും പ്രകാശിക്കത്തില്ല. സൂര്യനില്ലാതെ പ്രതിബിംബം ഉണ്ടാവും. സൂര്യനുള്ളത് കൊണ്ടാണ് പ്രതിബിംബം കാണുന്നത്. പക്ഷേ സൂര്യനെ കാണുന്നില്ല, പ്രതിബിംബത്തെ കാണുന്നു. അതുപോലെ ഈ ചൈതന്യം അത് സർവാധാരമായി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് ജീവന്റെ താല്പര്യം എന്താണ്? ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ സ്വസ്വരൂപം എന്താണെന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങളൊന്നും വസ്തുമാത്ര വിഷയമാകുന്നില്ല. മറിച്ച് എന്തനുഭവിക്കുന്നു? ഞാനിതാ കാണുന്നവനാണ്, ഞാനിത് കേൾക്കുന്നവനാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പരമാർത്ഥത്തിൽ താനല്ല. തന്നിൽ വന്ന ഒരപഭ്രംശം, ഒരു ചുതി. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിൽ നിൽക്കുകയാണ്. പറയുന്നത് വസ്തുമാത്ര വിഷയമാണ്. അതോ എന്ന കൃഷ്ണാത്മ വസ്തു അപദ്യോതകാനി. അതുകൊണ്ട് ഇത് ഈ അനുഭവങ്ങളെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട്, ഈ അനുഭവങ്ങൾക്കെല്ലാം പരിമിതി ഉള്ളതുകൊണ്ട്, വാസ്തവത്തിൽ ഇതെല്ലാം സ്വസ്വരൂപത്തെ, ആ വസ്തു മാത്രത്തെ പ്രകാശിപ്പിക്കുന്നതാണെങ്കിലും ന കൃഷ്ണ ആത്മവസ്തുപദ്യോതകം. ഇവിടെ ആ കൃഷ്ണ ആത്മവസ്തു, ആ പൂർണ്ണ ആത്മാ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ആ പൂർണ്ണ ആത്മാവിലാണ് ഈ പ്രകാശമെല്ലാം നടക്കുന്നത്. ആ പൂർണ്ണ ബോധത്തിൽ, ആ പൂർണ്ണ ബോധത്തിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ ഇതിനൊന്നും ആ പൂർണ്ണ ബോധത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപാധികൾ അതിന് തടസ്സമായി മാറുന്നു. അതുകൊണ്ടല്ലേ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവമാണ് വരേണ്ടത്. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? അഹം മന്ദ, ഞാൻ മനനം ചെയ്യുന്നു. അഹം കർത്ത, ഞാൻ പ്രവർത്തിക്കുന്നവൻ. അഹം ഭോക്ത, ഞാൻ ആ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു. അവൻ വിജ്ഞാത, ഞാൻ വിജ്ഞാനമുള്ളവൻ. ഇത്തരത്തിൽ മാറിപ്പോകും. ഇതിനിവിടെ എന്താണ് പറയുന്നത്? അകൃഷ്ണ ആത്മബോധം, അപൂർണമായ, പരിച്ഛിന്നമായ, പരിമിതമായ, സോപാധികമായ ആത്മബോധം. അപ്പോൾ ജീവൻ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ജീവനം വ്യാപാരം എന്തെല്ലാം പ്രവർത്തിക്കുന്നതോ മുഖ്യമായി രണ്ടായി തിരിക്കാം. ഒന്ന് കർമ്മേന്ദ്രിയപരമായിട്ടുള്ളത്, മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയപരമായിട്ടുള്ളത്.
ഇതിനെ രണ്ടിനെയും സഹായിച്ചുകൊണ്ട് മനസ്സ് നീക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നടക്കുന്നുണ്ടോ ഇതെല്ലാം ആ കൃഷ്ണ ആത്മവസ്തു, പൂർണ്ണമായ ആത്മവസ്തുവിനെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അകൃഷ്ണ ആത്മവസ്തു അവദ്യോതകം. അതുകൊണ്ട് ജീവന് ഈ ശരീരാഭിമാനം വരുന്നു. ശരീരാഭിമാനം വന്നിട്ട് ഞാൻ എന്നുള്ള ഭാവം വരുന്നു. ഞാൻ എന്നുള്ള ഭാവത്തിൽ ഞാൻ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ഈ തരത്തിലേ വരുന്നു. ഇതിലൂടെയെല്ലാം അതേ പ്രകാശം തന്നെ, ആ ചൈതന്യം തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും ഇതിനെല്ലാം നിരാകരിച്ചിട്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ഈ അവസ്ഥ, ഇതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. എന്താണ് സൃഷ്ടി? ഈ അവസ്ഥ. ആ ജീവൻ കർത്താവും മന്ദാവും എല്ലാമായിരിക്കുന്ന സൃഷ്ടി. ഈ സൃഷ്ടി എന്തിനു വേണ്ടി? ഈ സൃഷ്ടിയിൽ ജീവൻ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ അറിയാൻ വേണ്ടി. തന്നെ അറിയാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവൻ തന്നെ അറിയുന്നില്ല. അതാണ് ഇവിടെ അകൃഷ്ണാത്മബോധം. അങ്ങനെ തന്നെ അറിയാതിരിക്കുന്നതിനാണ് ഇവിടെ അകൃഷ്ണാത്മബോധം എന്ന് പറയുന്നത്. അപ്പോ ഒരുവൻ, നമ്മൾ പറയുന്നത് ഞങ്ങൾ കുറച്ചുപേര് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, ആധ്യാത്മികമായി ജീവിക്കുന്നവരാണ്, കുറച്ചുപേര് ഭൗതികന്മാരാണ്, അവർക്ക് മോക്ഷം വേണ്ട, അവർക്ക് ആത്മബോധം വേണ്ട എന്നെല്ലാം നമ്മൾ സാധാരണ പറയും. ശ്രുതി അങ്ങനെ വേർതിരിക്കുന്നില്ല. സർവ്വജീവന്മാരും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. സർവ്വജീവനും, അത് മനുഷ്യൻ മാത്രമാണ്. എവിടെയെല്ലാം ജീവസ്ഫുരണമുണ്ടോ, ഏതെല്ലാം ശരീരത്തെ ആശ്രയിച്ചിട്ട് ജീവസ്ഫുരണം നടക്കുന്നു, എവിടെയെല്ലാം പ്രാണനാദി ക്രിയാവ്യാപാരം നടക്കുന്നുണ്ടോ, അതൊരണുവിലായാലും ശരി, എവിടെയാണോ ജ്ഞാനസ്ഫുരണം അത് സംഭവിക്കുന്നത് അവിടെ സർവത്ര ഈ ജീവൻ സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ള ശ്രമമാണതല്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതതിന്റെ സ്വഭാവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ശ്രുതി എന്ത് ചെയ്യുന്നു? ആ ശ്രമത്തെ സംസ്കരിക്കുന്നു. അതിനുവേണ്ടിയാണ് ശ്രുതി പറയുന്നത് നീ ആ പരമാർത്ഥ വസ്തുവാണ്. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ശ്രമങ്ങളെല്ലാം പാഴലാകുന്നു. എങ്ങനെ പാഴലാകുന്നു? ഈ പ്രാണവ്യാപാരത്തിലൂടെ, ഈ ജ്ഞാനവ്യാപാരത്തിലൂടെ അവൻ അകൃഷ്ണവിത്താകുന്നു. അതാണല്ലോ നമ്മുടെ അനുഭവം. നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? അവനവനിലെ അപൂർണത തന്നെ അനുഭവിക്കുന്നു. ശ്രോതാവായും മന്ദാവായും എല്ലാം താൻ അനുഭവിക്കുന്നത് തന്റെ തന്നെ അപൂർണതയാണ്. തനിക്കത് ബോധ്യമുള്ള കാര്യമാണ്. തനിക്ക് ശ്രോതാവായിരിക്കുമ്പോൾ മന്ദാവായിരിക്കാൻ കഴിയുന്നുമില്ല, അത് കഴിയുന്നില്ല. അപ്പോൾ ഇത് പരസ്പരം പരിച്ഛിന്നങ്ങളായ അനുഭവങ്ങളിലൂടെ നിരന്തരം ഈ ജീവൻ കടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ജീവന് ആ കൃഷ്ണബോധം, പൂർണ്ണബോധം വരുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ ശ്രുതിയുടെ സഹായത്തോടുകൂടി ഒരാൾ ബോധപൂർവം ചെയ്യും. അത് ഫലത്തെ കൊടുക്കുന്നു. അബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിലോ ശ്രുതി ആശ്രയിക്കാതെ, ഗുരുവിനെ ആശ്രയിക്കാതെ ആ ജീവൻ സഹജമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ പറയും അനാദിർ അനന്തമായും സംസാര, ഈ സംസാരമാണത്, ഇത് അനാദി അനന്തമായി നടക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ
രണ്ടിടത്ത് സംഭവിക്കുന്ന ഒന്ന് തന്നെ. എന്താണ്? ആത്മമോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് ഹേതുവായിരിക്കുന്ന ആത്മബോധത്തിന് വേണ്ടി സർവ്വജീവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തുതത്വത്തെ ഗ്രഹിക്കാതെ. അതുകൊണ്ട് അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ ആരോപണം പറയും? അവൻ ആധ്യാത്മിക ചിന്തയില്ല, അവന് ആത്മബോധമില്ലായിരുന്നു. സർവ്വജീവനും ആ ബോധത്തെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് ഫലത്തെ കൊടുക്കുന്നില്ല. ഫലത്തെ കൊടുക്കത്തക്ക രീതിയിൽ അത് മാറണമെങ്കിൽ അവിടെ ഗുരുവും ശാസ്ത്രവും എല്ലാം വേണം. അല്ലെങ്കിൽ അത് കേവലം സഹജ പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് സൃഷ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിനുള്ള സമാധാനം ഇവിടെ പറയുന്നത്. ഈ പ്രകടനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഇത് ആത്മബോധത്തിന് വേണ്ടി. എന്തായാലും താൻ സൃഷ്ടിയിൽപ്പെട്ടു കഴിഞ്ഞു. താൻ സ്വയം ജീവരൂപത്തിൽ ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമായി മാറി. ഇനി ഈ സൃഷ്ടി എന്തിനുപയോഗപ്പെടുത്തണം? സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി. അത് താൻ ബോധപൂർവം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും അതിനുവേണ്ടി തന്നെ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത്, അതെന്തിനു വേണ്ടിയാണെന്ന് സ്വയം അറിയാതിരിക്കുന്നതിനാണ് അവിവേകം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജീവനിൽ അജ്ഞാനം ഇരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ അജ്ഞനാണെന്ന് പറയുന്നു. മറിച്ച് ആ ജീവൻ മനസ്സിലാക്കുകയാണ് തന്റെ എല്ലാ ശ്രമങ്ങളും സ്വസ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ പറയാം അവൻ വിവേകിയാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നു. അതോ ന കൃഷ്ണാത്മവസ്തു അവദ്യോതകാനി. കൃഷ്ണാത്മവസ്തു, ആ പൂർണ്ണാത്മ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എന്നത് വസ്തു മാത്ര വിഷയമാണ്. ആ പരമാത്മ വസ്തു മാത്രമല്ല ഇത് ഗ്രഹിക്കുന്നത്, സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഹംസോ യഥാ ക്ഷീരം യുവാമ്പ മിശ്രം എന്ന് പറയുമ്പോൾ പാലും വെള്ളവും പോലെ ഇത് കലർന്നു നിൽക്കുന്നു. പരമാത്മ വസ്തുവും പ്രപഞ്ചവും ഇതിങ്ങനെ കലരാൻ പാടില്ല. ഇതിങ്ങനെ കലർന്നു നിൽക്കുന്നതൊരു നീതികേടാണ്. പക്ഷെ കലർന്നു നിൽക്കുന്നു. ഇതിങ്ങനെ കലർന്ന് നിന്നിട്ടും ഇതിനെ വേർതിരിക്കാൻ അവൻ ശ്രമിക്കുന്നു. അറിയാതെ അവൻ ശ്രമിക്കുകയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവന്റെ പ്രാണനക്രിയയും ജ്ഞാനക്രിയയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. അത് നടക്കാതിരിക്കുന്നതിന് എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്താണ് അതിന്റെ പോരായ്മ? അവിടെ ആചാര്യനും ശാസ്ത്രവും ഇല്ലാത്തതുകൊണ്ട്. അതുകൂടി വന്നാൽ അത് നടക്കും. അതുകൊണ്ട് ഒന്നിനെ പറയുന്നു എന്താണ് സ്വാഭാവികം, മറ്റൊന്നിനെ പറയുന്നു ശാസ്ത്രീയം. ആചാര്യൻ ശാസ്ത്രം എന്തെല്ലാം പറയുന്നത് ശാസ്ത്രീയ വ്യവഹാരം. കുറിച്ച് ഈ ജ്ഞാനക്രിയയും പ്രാണക്രിയയും ഇതിനെ ആശ്രയിച്ച് ഇങ്ങനെ ഈ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികം. ആ സ്വാഭാവികത്തിൽ നിന്ന് ജീവൻ ശാസ്ത്രീയത്തിലേക്ക് മാറുമ്പോൾ അവൻ കൃഷ്ണവിത്താകുന്നു, പൂർണ്ണത്തെയും അറിയുന്നവനായി തീരുന്നു. ഏവം ഹി അസ്വാത്മാ പ്രാണനാദി ക്രിയയ തത്തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോത്യമാനോപി പറയും. ഏവം ഹി അസ്വാത്മാ, ഈ ആത്മാവ് പ്രാണാദി ക്രിയ തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണ്. ഇതേ ആത്മാവ് തന്നെ ഏതൊരാത്മാവിനെ കുറിച്ചാണോ പറഞ്ഞത് തത് സൃഷ്ട തദേവാന് പ്രാവശ്യം, അവൻ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആത്മാവ് അവൻ ഈ പ്രാണനാദിക്രിയയോട്, പ്രാണനാദി എന്ന് പറഞ്ഞാൽ പ്രാണനക്രിയ,
ഈ ശാരീരികമായ ധർമ്മനിർവഹണം, അത് പ്രാണനക്രിയ. പിന്നെ ജ്ഞാനക്രിയ, ഈ പറയുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ഇതെല്ലാം ഈ ക്രിയയിലൂടെ തത്തത് ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയം. അവൻ ഈ ക്രിയകളിലൂടെ, ജ്ഞാനക്രിയയിലൂടെ, പ്രാണക്രിയയിലൂടെ അവൻ നാമരൂപാത്മകമായി സ്വയം തന്നെ തനിക്ക് പ്രകടമാകുന്നു. നാമരൂപാത്മകമായി പ്രകടമാകുകയെന്ന് വെച്ചാൽ ഈ ശരീര അഭിമാനം വരുന്നു, മനസ്സിനോട് അഭിമാനം വരുന്നു. അപ്പോൾ എന്ത് പറയുന്നു? ഞാൻ ഇതാണ്, ഈ പിണ്ഡത്തിൽ അഭിമാനം വരുന്നു. പിന്നീട് ഞാൻ എൻ്റെ കരണങ്ങളിൽ അഭിമാനം വരുന്നു. ചിലപ്പോൾ അവിടെ ഞാനെന്ന് വരുന്നു, ചിലപ്പോൾ അത് എൻ്റേതെന്ന് വരുന്നു. ബുദ്ധിവൃത്തിയിൽ അഭിമാനം വരുന്നു. പറയുന്നത് ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നു. ഇത്തരത്തിലെല്ലാം വ്യാക്രിയമാണ്. ജീവന്റെ വ്യാകരണം, ജീവന്റെ പ്രകടഭാവം. ജീവന്റെ ആ പ്രകടഭാവം എന്ന് പറയുന്നത് എന്താണ്? തന്നെ ഇങ്ങനെയൊക്കെ അറിയുന്നതാണ്. തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി അറിയുക, താൻ ഈ പ്രപഞ്ചത്തെ അറിയുക, അതാണ് ജീവന്റെ വ്യാകരണം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ച അനുഭവം, പ്രപഞ്ചത്തോട് ബന്ധപ്പെടുത്തിയുള്ള തന്റെ അനുഭവം. ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാതെ തന്റെ അനുഭവമുണ്ട്. തന്നെ താൻ എപ്പോഴറിയുന്നത്? എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, പറയുന്നു ഞാനിത് ആ പുസ്തകത്തെ അറിയുന്നു. പുസ്തകത്തെ അറിയുന്നതിലൂടെ താൻ തന്നെ അറിയുന്നു. ഇതാണ് ജീവന്റെ ആ വ്യാകരണം എന്ന് പറയുന്നത്. തന്നെ പ്രകടമാക്കുന്നു. പക്ഷെ തന്നെ പ്രകടമാക്കുന്നതിന് ഈ ഉപാധി ആശ്രയിക്കുന്നു. പുറമേയിരിക്കുന്ന ഉപാധി, ചിലപ്പോൾ ഉള്ളിലുള്ള ഉപാധി. ചിലപ്പോൾ പറയുന്നു ഞാൻ സുഖിയാണ്, മറിച്ച് പറയുന്നു ഞാൻ ദുഃഖിയാണ്, ഞാൻ ഭയമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്, അസൂയയുള്ളവനാണ്, നന്മയുള്ളവനാണ്, ധർമ്മമുള്ളവനാണ്, പുണ്യമുള്ളവനാണ്. ഇതെല്ലാം തന്നെ ആന്തരികമായ ഈ വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട്, ബാഹ്യമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അറിയുന്നത് പോലെ ആന്തരികമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? തന്നെ വിശദമാക്കുകയാണ്, തന്നെ പ്രകടമാക്കുകയാണ്. ആരാണ് സുഖത്തെ അറിയുന്നത്? താൻ. ആരാണ് ദുഃഖത്തെ അറിയുന്നത്? താൻ. സ്വസ്വരൂപത്തെ തന്നെ അവിടെ പ്രകടമാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് തത്വക്രിയാജനിത പ്രാണനാദി നാമ രൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോത്യമാനോപി. തന്നെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തന്റെ നേരെ തന്നെ പ്രകാശം, ടോർച്ച് തന്റെ നേരെ തന്നെ അടിക്കുകയാണ്, തന്നെ കാണാൻ. എന്നാലും നതു വസ്തുമാത്ര വിഷയമാണ്. ഈ അറിയാൻ ശ്രമിക്കുന്നത് എല്ലാ ഉപായങ്ങളിലൂടെയും തന്നെ തന്നെയാണ്. താനല്ലെങ്കിൽ പിന്നെ ഇവിടെ അറിയുന്നവനുണ്ടോ? ഇതിനെ അറിയുന്നാരാ? താൻ ഇതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്നത് താനാണ്. തന്നെക്കുറിച്ചുള്ള ആ അറിവിനെ നിഷേധിച്ചാൽ അതുപോലെ സുഷുപ്തി പോലെ അവിടെ തന്നെ അറിയുന്നില്ല, അന്യനെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന ഈ ദ്വൈത തലത്തിനപ്പുറം പോയി അദ്വൈതമായ അവസ്ഥയെ പ്രാപിച്ചവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ദ്വൈത തലത്തിലിരുന്ന് അവദ്യോത്യമാനോപി ഇതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, തന്നെ പ്രകാശിപ്പിക്കുന്നു, വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ബാഹ്യമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ആന്തരികമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലും തന്റെ അറിവ് ഇന്നത്തെ വസ്തുമാത്ര വിഷയം, വസ്തുമാത്ര വിഷയമാകുന്നില്ല, സ്വസ്വരൂപ മാത്ര വിഷയമാകുന്നില്ല. ഇതിനെല്ലാം നിരാകരിച്ചിട്ട്, ഇതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള ഈ താതാത്മ്യത്തെ വിട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ അറിയുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുകയാണ്. ആ വസ്തുവിനെയും തന്നെയും കൂടി വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ബോധതലത്തിലൊരു ബന്ധത്തെ സ്ഥാപിക്കുകയാണ്. ഇതാ ഞാനത് അറിയുന്നു, തന്നിൽ അത് പ്രകാശിക്കുകയാണ്, തന്നോട് താനതിനെ ബന്ധിക്കുകയാണ്.
അതുകൊണ്ടാണല്ലോ തന്റെ അറിവിലത് നിൽക്കുന്നത്. ഇതുപോലെ ആന്തരികമായ വിഷയത്തിൽ സുഖം ദുഃഖം തുടങ്ങി അറിയുമ്പോഴും ബാഹ്യ വിഷയങ്ങളിലോട് വരുന്ന ബന്ധം എന്നതാണ് പറയുന്നത്. ആ സന്നികർഷം ബന്ധം അത് ആന്തരികമായ വിഷയങ്ങളിലും വരുന്നു. അവിടെയും സുഖം അത് പ്രത്യക്ഷപ്പെട്ട തന്റെ എന്നതിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. മുമ്പിൽ പുസ്തകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ താൻ കാണുന്നു എന്നൊരു ഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് വന്നോ ഉടൻ തന്നെ താൻ അതിനെ കാണുന്നു. ശബ്ദം കേട്ടോ ഉടൻ താൻ അതിനെ കേൾക്കുന്നു. ഇത്തരത്തിലൊരു ബന്ധം അവിടെ സ്ഥാപിച്ചു പോകുന്നു. ഇതിനാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് അത്തപ്പടി സാങ്കേതികമായിട്ടൊക്കെ പറയും. ആ ബന്ധനത്തിൽ നിന്ന് തനിക്ക് മോചിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തുമാത്ര വിഷയമായി അറിവ് വരണം. അങ്ങനെ വരണമെങ്കിൽ ഇതിനെ നിരാകരിക്കണം. അത് സാധിക്കുന്നില്ല. പറയുന്നു അവദ്യോത്യമാനോപി. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം അവൻ ആ ജീവൻ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ന കൃഷ്ണോദിഷ്ട ആ പൂർണ്ണത അതനുഭവപ്പെടുന്നില്ല. അത് അവദ്യോത്യമാനോപി എന്ന ഭാഷ്യത്തിൽ അപീലം നിർത്തി വ്യാഖ്യാനത്തിൽ അത് പൂരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ന കൃഷ്ണോദിഷ്ട പറയുന്നു. ആ പൂർണ്ണത അനുഭവപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ പരാതി. ആത്മാവ് ഇന്നതാണെന്ന് അറിയുന്നു, കേട്ടറിയുന്നു. പക്ഷെ ആ പൂർണ്ണത അനുഭവപ്പെടുന്നില്ല. ഈ താതാത്മ്യത്തെ ഛേദിക്കാൻ കഴിയുന്നില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞാൽ ആ ഛേദന സംഭവിക്കുന്നില്ല. വ്യാക്രിയമാണോ അവദ്യോത്യമാനോപി ന കൃഷ്ണോദിഷ്ട. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷമുള്ള കാര്യമൊന്നുമല്ല എന്നാ പറയുന്നു. സ്വസ്വരൂപ പ്രകാശത്തിന് വേണ്ടിയുള്ള യത്നമാണ് ജീവൻ ഈ രണ്ടവസ്ഥയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ എപ്പോഴാണോ തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് തനിക്ക് മാറ്റം സംഭവിക്കുന്നത്, ആ മാറ്റം സംഭവിക്കുന്നത് ഈ ജാഗ്രത സ്വപ്നങ്ങൾ. അവിടെ അവൻ ശ്രമിക്കുന്നു ഈ സ്വരൂപബോധത്തിന് വേണ്ടി. അതിവിടെ സംഭവിക്കത്തുള്ളൂ, വേറെടുത്ത് സംഭവിക്കത്തില്ല. ഇതുവരെ ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. സുഹൃത്തിയിൽ അത് സംഭവിക്കത്തില്ല. കാരണം അവിടെ ഈ ബുദ്ധിവൃത്തിയില്ല, ഉപകരണങ്ങളില്ല. ഇവിടെ അവൻ സമ്പാദിച്ചാണ് ഇതൊക്കെ ബുദ്ധിവൃത്തി എന്ന് പറഞ്ഞല്ലോ. അതിസൂക്ഷ്മമായ ശുദ്ധമായ സാത്വികമായ ആത്മപ്രതിബിംബത്തിന് ക്ഷമമായ ബുദ്ധിവൃത്തി അതിവിടെയുള്ളൂ. അതല്ല സാധാരണ എന്താണ്, ഒരാൾ ഉറങ്ങുന്നു, ഉണർന്നിട്ട് അയാൾ പ്രവർത്തിക്കുന്നു. അത് ആത്മാവെന്നുള്ള നിലയ്ക്കല്ല, ജീവഭാവത്തിൽ. ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണർന്നിട്ട് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ അയാൾ പലതും പ്ലാൻ ചെയ്യുന്നു, എനിക്കിന്നതൊക്കെ ചെയ്യുന്നു. വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ഉണരുന്നു, താനെന്താണോ സങ്കല്പിച്ചത് അതെല്ലാം പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ബാഹ്യമായി ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ എന്താ സുഷുപ്തി സാധിക്കുമില്ല, അവിടെ സാധിക്കത്തില്ല. അതുപോലെയാണ് ആധ്യാത്മികമായും. ഇവിടെ മറ്റൊന്നും ലക്ഷ്യമില്ല. ഉണർന്നിട്ട് ഉറങ്ങിയിട്ടുണരുന്നതിനോട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഉണർന്നിരുന്ന എന്തൊക്കെ പദ്ധതികളാണ് ആലോചിക്കുന്നത്, എന്തൊക്കെ ചെയ്യാനാണ്. 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. പരമാർത്ഥത്തിൽ എന്താണ്? ആ ജീവൻ, സുഷുപ്തനായിരുന്ന ജീവൻ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിർവഹിക്കാൻ. എന്താണ്? സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. ഉറങ്ങിയവനും ഉണർന്നാലേ പ്രവർത്തിക്കാൻ പറ്റൂ. അതുപോലെ ജീവനും ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നാലേ ഈ പ്രവൃത്തി നടക്കത്തുള്ളൂ. എന്താണ്? സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. അതിനുള്ള കർണങ്ങൾ ഇവിടെയുള്ളൂ, ബുദ്ധിയും മറ്റും ഇവിടെയുള്ളൂ. ആ ശ്രമം അവിടെ കടന്നുകൂടിയ ഒന്നിനാണ് അവിവേകം എന്ന് പറയുന്നത്. ഈ അവിവേകം വാസ്തവത്തിൽ അത് വിവേകത്തിന് വേണ്ടിയിട്ടാണ്. അവിവേകം
അവിദ്യ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിദ്യയാണ് വിദ്യയുടെ തുടക്കം. പക്ഷെ അവിദ്യ പ്രാപിക്കുന്നില്ല, അവിദ്യയിൽ തന്നെ മുഴുകിപ്പോകുന്നു. അവിവേകത്തിന് അടിമപ്പെട്ട ഇവിടെ വേറൊരിടത്ത് നമുക്കിതിന്റെ അനുഭവമില്ല. അനുഭവമില്ലാത്തടത്ത് അതുണ്ടെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇല്ലെന്നും പറയാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് ഉറപ്പിച്ചും പറയാം എന്താണ്, ഈ ജാഗ്രതത്തിൽ ഇതിന്റെ അനുഭവമുണ്ട്. അതുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി അവൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിലാണ് അവൻ ഇവിടെ ആ വിദ്യയെ പ്രാപിക്കുന്നത്. ആ വിദ്യ കൊണ്ടവൻ അവിവേകത്തെ നശിപ്പിക്കുന്നു. ഇവിടെ ഈ ജാഗ്രതത്തിൽ ആ ജീവന് ആ വിദ്യയിലൂടെ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. അതുവരെ അവന്റെ പ്രവൃത്തികൾ വാസ്തവത്തിൽ സ്വസ്വരൂപ പ്രകാശനത്തിന് വേണ്ടിയാണെങ്കിലും അത് സംഭവിക്കുന്നില്ല. അതാണ് അവദ്യോത്യമാനോപി. സദാ ആ ജീവൻ സ്വസ്വരൂപത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സദാ അതിന്റെ പ്രകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയിൽ നിൽക്കുന്നവനതിനെ എതിരിട്ട് നോക്കാൻ പറ്റുന്നില്ല. നോക്കിയാൽ അവന്റെ കണ്ണ് പോകും. അവന്റെ കണ്ണിൽ ആ സൂര്യനെ കാണാൻ കഴിയത്തില്ല. അവന്റെ കണ്ണിൽ അന്ധകാരം വരും. സൂര്യനെ എതിരിട്ട് നോക്കിയാൽ അന്ധകാരമായിരിക്കും. അതുപോലെ ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് സ്വസ്വരൂപത്തെ നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വന്നു ചേരുന്ന എന്താണ്? അവിദ്യ, അന്ധകാരം. ന കൃഷ്ണോ ദുഷ്ട, ആ പൂർണ്ണത അനുഭവപ്പെടുന്നില്ല എന്നാണ്. സ യോ അതോ അസ്മാത് പ്രാണനാദി ക്രിയാ സമുദായ ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം അനുസംഹൃത ഇതര വിശിഷ്ടക്രിയാത്മകം മനസ അയം ആത്മീത്യുപാസ്തേ ചിന്തയേതി ന സ വേദ ന സ ജാനാതി ബ്രഹ്മ കസ്മാത് അകൃഷ്ണോ അസമസ്തോ ഹി യസ്മാദേശ ആത്മാ അസ്മാത് പ്രാണനാദി സമുദായാ അദപ്രവിഭക്തഃ ഏകൈകേന വിശേഷണേന വിശിഷ്ടഃ ഇതരധർമാന്തര അനവസംഹാരാത് ഭവതി യാവദയം ഏവം വേദ പശ്യാമി ശൃണോമി സ്പൃശാമീതി വാ സ്വഭാവപ്രവൃത്തി വിശിഷ്ടം വേദ താവത് അഞ്ജസ കൃഷ്ണമാത്മാനം ന വേദ. അത് തന്നെ വിശദീകരിക്കുകയാണ്. ഇപ്പോ തന്നെ അറിയാനുള്ള ഈ ശ്രമം, ജീവന്റെ ശ്രമം, അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. മറ്റൊന്നിനു വേണ്ടി ജീവൻ ശ്രമിക്കുന്നില്ല. വാസ്തവത്തിൽ മറ്റെന്തിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു നമ്മൾ ധരിക്കുകയാണ്. ഈ ജീവന് അത് അവിവേകം, അതവിടെ ഉണ്ടല്ലോ. അത് ഇതിനിടയ്ക്ക് കടന്നുകൂടിയതാണ്. ഈ പ്രവൃത്തിയിൽ അഞ്ജസ കൃഷ്ണമാത്മാനൻ നവേദ, അകൃഷ്ണാത്മാ, അപൂർണാത്മാ, തന്റെ വാസ്തവ സ്വരൂപം, ഇതിനോടൊന്നും താതാത്മ്യപ്പെടാതെയുള്ള ഈ സ്വരൂപം, ഈ സുദുഃഖാദി അനുഭവങ്ങൾക്ക് അതീതമായ സ്വരൂപം, ഈ പ്രാണക്രിയ, ജ്ഞാനക്രിയ, ഇതിനെല്ലാം അതീതമായിരിക്കുന്ന സ്വരൂപം അതറിയുന്നില്ല. എന്തുകൊണ്ട്? സയുവാതു അസ്മാത് പ്രാണനാദി ക്രിയാസമുദായം ഏകൈകം. അവന് ആ കൃഷ്ണബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവൻ ഈ പരിച്ഛന്ന ബോധത്തിലിരിക്കുന്നു. ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം അനുസംഹൃതം. അവന് ഈ ഓരോന്നിനോടുള്ള പിടി വിടാൻ പറ്റുന്നില്ല. ഞാൻ ശ്രോതാവാണ്, അങ്ങനെ ആയിപ്പോകും. താൻ മന്ദാവാണ്, മനനം ചെയ്യുന്നവനാണ്. ഞാൻ പ്രാണനക്രിയ, ശ്വാസോച്ഛ്വാസ വ്യവഹാരം ചെയ്യുന്നവനാണ്. ഞാൻ വിശപ്പുള്ളവനാണ്, ദാഹമുള്ളവനാണ്, വികാരങ്ങളുള്ളവനാണ്, കാമമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്. ഇത്തരത്തിൽ അവൻ പരസ്പര ഭിന്നങ്ങളായിരിക്കുന്ന ഏകൈക ബോധത്തിൽ നിൽക്കുന്നു. ഈ ബോധങ്ങളെല്ലാം എവിടെയാ ചെന്നെത്തിച്ചേരുന്നത്? ഈ ബോധങ്ങളെല്ലാം കാമത്തെയോ ക്രോധത്തെയോ അല്ല ബോധിപ്പിക്കുന്നു. എല്ലാ ബോധവും ബോധിപ്പിക്കുന്നത് തന്നെയാണ്. താൻ കാമമുള്ളവനാണ്, അടുത്ത നിമിഷം താൻ ക്രോധമുള്ളവനായി മാറി. അവിടെ കാമമുണ്ടോ? ഇല്ല.
കാമം പോയപ്പോൾ ക്രോധം വന്നു, ക്രോധം പോയപ്പോൾ കാമം വന്നു. പക്ഷെ ഇവിടെ രണ്ടിടത്തും എന്തിനെ ബോധിപ്പിക്കുന്നു? തന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ താല്പര്യം ആ വിഷയങ്ങളെ ബോധിപ്പിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ആ വിഷയം മാറാതെ നിന്നെ വിഷയങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ അതിനെ ബോധിപ്പിക്കുകയല്ല താല്പര്യം. പരിച്ഛിന്നങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വിഷയങ്ങളെ ബോധിപ്പിക്കുക അതിന്റെ ജോലിയല്ല. പക്ഷെ അവിടെ എല്ലായിടും അത് ബോധിപ്പിക്കുന്ന എന്താണ്? തന്നെയാണ്. തന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ മനനം ചെയ്യുന്നു, അതിന് സ്വരൂപമെന്ന് പറയും. താൻ ശ്രവിക്കുന്നു, താൻ കാണുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? തന്നെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ജീവൻ വെറുതെ ഈ അവിവേകം കൊണ്ട് ഒരാവശ്യമില്ലാതെ തന്നെയും ആ വിഷയമായിട്ടൊരു ബന്ധത്തെ അങ്ങ് സൃഷ്ടിച്ചു വയ്ക്കുന്നു. തന്നെ കാമത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ക്രോധത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ രൂപരസഗന്ധ സ്പർശങ്ങളോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ഈ പ്രാണന ക്രിയകളോട് ക്ഷുത് പിപാസ ഓരോന്നിനോടും തന്നെ ബന്ധിപ്പിക്കുന്നു. നമ്മൾ പറയുന്നു ഏകൈകം ഓരോന്നിനോടും ആ ബന്ധത്തെ ഉണ്ടാക്കുന്നു. ചക്ഷുരിതിവ വിശിഷ്ടം അനുപസംഹൃത ഇതരേതര വിശിഷ്ട ക്രിയാത്മകം. ഒരു സമയം പ്രാണ രൂപത്തിലാണെങ്കിൽ പ്രാണ, വേറെ സമയം ജ്ഞാനം. ഇത്തരത്തിൽ ആ കൃഷ്ണതയെ ഗ്രഹിക്കാതെ ഇവരുടെ എല്ലാത്തിലൂടെയും ബോധിപ്പിക്കുന്ന തന്നെ ഗ്രഹിക്കാതെ, തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഇതര വിശിഷ്ട ക്രിയാത്മകം മനസ്സായും ആത്മീത്യുപാസ്തെ ചിന്തയതി. അവൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു. അയമാത്മാ, എന്താണ്? ഈ ക്രോധമുള്ളവനാണ് ഞാൻ, കാമമുള്ളവനാണ് ഞാൻ, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. സുഖമുള്ളവനാണ് ഞാൻ, ദുഃഖമുള്ളവനാണ് ഞാൻ. ഈ ഓരോന്നിനോട് ഏതൊന്നാണോ തന്റെ മുമ്പിൽ വന്നത്, ഇതെല്ലാം തനിക്ക് മുമ്പിൽ വരുന്നതാണ്, താനല്ല. പക്ഷെ തനിക്ക് മുമ്പ് വന്നതിനോടൊരു ബന്ധത്തിലുണ്ടാകും. കണ്ണിന് മുമ്പ് വന്ന മനോഹരമായ രൂപത്തെ കണ്ടിട്ട് ആസ്വദിക്കുന്നു, ഭീകരമായ രൂപത്തെ കണ്ടിട്ട് ഭയക്കുന്നു. ഇതുപോലെ തന്റെ മനസ്സിൽ വരുന്ന കാമക്രോധാദികൾ, സുഖദുഃഖാദി ഓരോന്നിനോട് താതാമ്യപ്പെട്ടിട്ട് അയമാത്മാ, ഞാൻ ഇത് കാണുന്നവനാണ്. അപ്പൊ തന്നെ എങ്ങനെ അറിയും? കാണുന്നവനായി, അനുഭവിക്കുന്നവനായി, പ്രവർത്തിക്കുന്നവനായി, കേൾക്കുന്നവനായി ചിന്തയതേ. അതുകൊണ്ട് നസവേദ, സ്വസ്വരൂപത്തെ അവൻ അറിയുന്നില്ല. നസജ്ഞാനാദി ബ്രഹ്മ, തന്റെ സ്വരൂപത്തെ, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നില്ല. കസ്മാത്, എന്തുകൊണ്ട്? അകൃഷ്ണോ അസമസ്തോ ഹി യസ്മാദേശ ആത്മാ അസ്മാത് പ്രാണനാദി സമുദായ. ഇവിടെ ഇവൻ ആ ദർശനം, അവന്റെ അനുഭവം അപൂർണമായി പോകുന്നു. അതാ കാരണം. അപൂർണതയ്ക്ക് എന്താ കാരണം? ഇതിനെല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്ന തന്നെ, ഈ പ്രാണക്രിയകളിലും ദർശന വ്യാപാരങ്ങളിലുമെല്ലാം അനുസ്യൂതമായിരിക്കുന്ന തന്നെ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ബന്ധിപ്പിച്ച ഇവിടെ തന്നിലാണ്. പക്ഷെ ആ തന്നെ അവൻ ഓരോന്നിനോടും വെവ്വേറെ കൂട്ടിച്ചേർക്കുന്നു. സുഖത്തോട്, ദുഃഖത്തോട്, രാഗത്തോട്, ദ്വേഷത്തോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു ഞാൻ രാഗിയാണ്, ഞാൻ ദ്വേഷിയാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഇതെങ്ങനെ പൂർണ്ണമാകും? വാസ്തവത്തിൽ തന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതല്ലേ. ഇത് ശാസ്ത്രം പറയുന്ന എന്താണ്? ശാസ്ത്രം നിങ്ങളോട് ഒരു പുതിയ കാര്യം പറഞ്ഞു തരികയാണ്, പുതിയൊരു വിഷയത്തെ പഠിപ്പിക്കുകയാണ്. അല്ല, തന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തന്റെ ആകർഷണബോധം ഇന്നതാണെന്ന് വിവേചിക്കാൻ പറയുകയാണ്. അതാണ് ഇതിനെ വിവേകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണബോധം ഇത് അവിവേകം കൊണ്ടാണ്.
ഇങ്ങനെ തന്നെ ഓരോന്നിനോടും ബന്ധിപ്പിച്ചുകൊണ്ട് താൻ ഓരോന്നോരോന്നായിട്ടിരിക്കും. സുഖിയായി ദുഃഖിയായും മറ്റും ഇരിക്കുന്നു. ഇത് അവിവേകം കൊണ്ടാണ്. അതുകൊണ്ട് താൻ അകൃഷ്ണനായിരിക്കുന്നു, അപൂർണനായിരിക്കുന്നു, അസമസ്തനായിരിക്കുന്നു. യസ്മാദേശ അന്നാസ്മാത് പ്രാണനാദി സമുദായ. ഇതുകൊണ്ട് ഈ മനസ്സിന്റെ ഈ വ്യാപാരങ്ങൾ കൊണ്ട്, പ്രാണന്റെ വ്യാപാരം കൊണ്ട് അതഃ പ്രവിഭക്ത ഏകൈകേന വിശേഷണേന വിശിഷ്ട. അതാണ് ഓരോരോ വിശേഷണങ്ങൾ കൊണ്ട് വിശിഷ്ടനായി, കാണുന്നവനായി, കേൾക്കുന്നവനായി. അതാണ് ഓരോരോ വിശേഷണം. ഇതെല്ലാം തനിക്ക് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്. നീ ആര്? ഞാനിപ്പോൾ കാണുന്നവനാണ്. നീ ആരാണ്? ഞാനിപ്പോൾ കേൾക്കുന്നവനാണ് എന്നിങ്ങനെ. ഇതെല്ലാം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? തന്റെ തന്നെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള തന്റെ യത്നം. അതാണ് ഇങ്ങനെ മാറിപ്പോകുന്നത് അവിവേകം കൊണ്ട്. പറഞ്ഞല്ലേ, കേനത്തിൽ പറഞ്ഞെന്താണ്? അത് കണ്ണിന്റെ കണ്ണാണ്. കണ്ണിന്റെ കണ്ണാണെങ്കിൽ പിന്നെ താനെങ്ങനെ തന്നെ കാണുന്നവനായി അറിയുന്നത്? മനസ്സിന്റെ മനസ്സിനെ പിന്നെ എങ്ങനെ മനനം ചെയ്യുന്നവനായി അറിയും? കാരണം മനനം ചെയ്യുന്നത് മനസ്സാണ്, കാണുന്നത് കണ്ണാണ്. ഇതല്ല, അതിനപ്പുറമുള്ളതാണ്. കണ്ണിന്റെ കണ്ണും മനസ്സിന്റെ മനസ്സുമാണ്. പക്ഷെ അവിടെ എത്തുന്നില്ല. വാസ്തവത്തിൽ ആ കണ്ണിനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് ചെയ്യുന്നത്, കാണുന്നത്. മനനം ചെയ്യുന്ന എന്തിനു വേണ്ടി? മനസ്സിന്റെ മനസ്സ് അതിനെ വെളിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ മനനം. പക്ഷെ മറിച്ചായി പോകുന്നു. പ്രവിഭക്ത, ഓരോന്നും വേറെ വേറെ ആകുന്നു. കാണുന്നവൻ വേറെ, കേൾക്കുന്നവൻ വേറെ. ഏകൈകേന വിശേഷണേന വിശിഷ്ട. അപ്പോൾ പറയുന്നു, ഞാൻ കാണുന്നവൻ, ഞാൻ കേൾക്കുന്നവൻ. തന്റെ ആന്തരികമായ അനുഭവമാണെന്ന് വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അതിനുവേണ്ടി ശ്രുതി പറയും. അവിടെ ഉള്ളത് തന്നെ വിവേകത്തിലൂടെ അതിനെ കണ്ടെത്തിയാൽ ഇതരധർമ്മ അനന്തര അനുപസംഹാര എന്നാണ്. ഒന്നും മറ്റൊന്നിനോട് ചേരാതെ, പരസ്പരം കൂടിച്ചേരാതെ, അകൃഷ്ണതയിൽ പൂർണ്ണത്തിൽ വരുന്ന അപൂർണത, ഈ കൂടിച്ചേരാതിരിക്കുക. എന്താണ്? താൻ പൂർണ്ണനാണ്. താൻ കാണലിനും കേൾക്കലിനും എല്ലാത്തിനും പൂർണ്ണമായിരിക്കും, എല്ലാത്തിനോട് സഹകരിക്കുന്നവനാണ്. പക്ഷെ അതിൽ സഹകരിക്കാതിരിക്കുന്ന എന്താണ്? ഞാൻ കാണുന്നവനായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നവനല്ല, കേൾക്കുന്നവനായിരിക്കുമ്പോൾ മണക്കുന്നവനല്ല, രുചിക്കുന്നവനല്ല. അതിലൂടെ പറയുന്നത് ഇതര ധർമാന്തര അനുപസംഹാര, മറ്റ് ധർമ്മങ്ങളോടുകൂടി ചേരാതെ ഓരോന്നും വേറെ വേറെയായി. ഇതിന് നമ്മൾ പറയുന്നത് ദ്വൈതബോധം എന്ന് പറയുന്നു. ഭവതി യവദയം ഏവം വേദ പശ്യാമി ശൃണോമി സ്പൃശാമീതിവ സ്വഭാവപ്രവൃത്തി വിശിഷ്ടം വേദ തവതഞ്ജസ കൃഷ്ണമാത്മാനൻ ന വേദ. എത്ര കാലം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു? എത്ര കാലം അവൻ, ആ ജീവൻ തന്നെ ഇത്തരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അവന്റെ ലക്ഷ്യം അതല്ല. തന്റെ കൃഷ്ണബോധത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ ഈ പ്രവൃത്തി തന്നെ പ്രകാശിപ്പിക്കുന്നത്. പക്ഷെ യാവദയം ഏവം വേദ, എത്ര കാലം അവനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമോ? അനന്തകാലം. എങ്ങനെ? പശ്യാമി എന്ന് വെച്ചാൽ അഹം പശ്യാമി, ഞാനിതാ കാണുന്നവനാണ്. ശൃണോമി, ഞാനിതാ കേൾക്കുന്നവനാണ്. സ്പൃശാമി, ഞാനിതാ സ്പർശിക്കുന്നവനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം. ഇങ്ങനെ തന്റെ സ്വരൂപത്തിനോട് ഇതിനെല്ലാം ബന്ധപ്പെടുത്തി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ, ആ കൃഷ്ണബോധത്തിൽ എന്തിനിങ്ങനെ ഒരു ബോധം ഉണ്ടായി? ഇതുണ്ടായേ തീരും എന്നാണ് പറയുന്നത്. ഉണ്ടായേ തീരും എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നിർബന്ധമായി സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അറിയാതിരുന്നാൽ പോരാ, കഴിയത്തില്ല. ഒന്നിന് ആ തീരു അല്ലെങ്കിൽ നിർബന്ധം വരുന്ന എപ്പോഴാണോ? അതതിന്റെ സ്വഭാവമായി മാറുമ്പോഴാണ്. അഗ്നിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും, അതിന് ചൂടായിരുന്നേ പറ്റൂ. അത് നിർബന്ധമാണ്. പ്രകാശിക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അതിന് സ്വഭാവം എന്ന് പറയും.
അഗ്നിയുടെ സ്വഭാവം പ്രകാശിക്കുക എന്നുള്ളതാണ്. പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക, ഇരുട്ടിനെ മാറ്റുക, അന്ധകാരത്തിലിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുക. അല്ലെങ്കിൽ അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുക, അതതിന്റെ സ്വഭാവമാണ്. അതുപോലെ ഇതിന്റെ സ്വഭാവമാണിത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ബോധസ്ഫുരണം അതിന്റെ സ്വഭാവമാണ്, തന്റെ സ്വഭാവമാണ്, തന്റെ സ്വരൂപമാണ്. അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ അഗ്നി പ്രകാശിക്കുമ്പോൾ അതിന് ഇന്നതിനെ പ്രകാശിപ്പിക്കാവുന്ന നിയമമില്ല. അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് പ്രകാശിപ്പിക്കും. അത് ദഹിപ്പിക്കുമ്പോൾ ഇന്നതേ ദഹിപ്പിക്കാവൂന്നല്ല, അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് ദഹിപ്പിക്കാൻ ശ്രമിക്കും. അതും അതിന്റെ സ്വഭാവമാണ്. അതുപോലെ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടമായിരിക്കുന്നു ഇത്. ഇതിന്റെ സ്വഭാവം എന്താണ്? പ്രകാശിപ്പിക്കുക, സ്ഫുരിക്കുക, ബോധരൂപത്തിൽ സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുക. അത് അതിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം അങ്ങനെ സ്ഫുരിക്കുക എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമായതുകൊണ്ട് ഇത് ഇങ്ങനെയെല്ലാം സ്ഫുരിക്കുന്നു. എങ്ങനെ? പശ്യാമി, ശൃണോമി, സ്പൃശാമി എന്ന് പറഞ്ഞത് പലതരത്തിൽ ഇതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതതിന്റെ സ്വഭാവം തന്നെ. സ്വഭാവത്തിനെന്താ ഗുണം? ഉണ്ടല്ലോ. പ്രകാശിക്കുന്നതിന് ഗുണമില്ലേ? അഗ്നി ദഹിപ്പിക്കുന്നതിന് ഗുണമില്ലേ? ഉണ്ട്, നമുക്ക് അനുഭവമാണ്. അതുപോലെ ഇത് പ്രകാശിക്കുന്നതിനും ഗുണമുണ്ട്. ഇങ്ങനെ പ്രകാശിക്കുന്നതിന് പശ്യാമി, ശൃണോമി, സ്പൃശാമി, ഇങ്ങനെ പ്രകാശിക്കുന്നതിന്റെ ഗുണം എന്താണ്? ഈ പ്രകാശത്തെ അവലംബിച്ചിട്ടാണ്, ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്വസ്വരൂപം പ്രകാശിക്കുന്നത് ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. ഈ സ്വഭാവ പ്രവൃത്തി എന്ന് പറയുന്ന ഈ പ്രകാശം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ആ കൃഷ്ണബോധം, പൂർണ്ണബോധം, അതിന് തടസ്സമായിരിക്കുന്നത് എന്തോ അതൊക്കെ മാറ്റുന്നു. അവിദ്യ, അജ്ഞാനം, അല്ലെങ്കിൽ അതിന്റെ കാര്യമായി വരുന്ന ഹന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്നത് ഈ സ്വഭാവ പ്രവൃത്തിയെ ആശ്രയിച്ചിട്ടാണ്. ചുരുക്കം എന്താണ്? ഈ സംസാരം അല്ലെങ്കിൽ ഈ ബന്ധനം താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ജീവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിഷ്പ്രയോജനമല്ല, നിഷ്ഫലമല്ല. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇതെല്ലാം മോക്ഷത്തിന് വേണ്ടി. അതാണ്. അതുകൊണ്ട് ബന്ധനത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. സ്ഥൂലമായ ഭാഷയിപ്പാൽ സംസാരത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം അത് സ്വഭാവ പ്രവൃത്തിയാണ് ഇതിന്റെ. ഇതുണ്ടായാലേ മോക്ഷസാധ്യമാവും, അല്ലെങ്കിൽ അതനുഭവിക്കാൻ കഴിയത്തില്ല. സ്വരൂപബോധം ഉണ്ടാകണമെങ്കിൽ ഈ സ്വഭാവ പ്രവൃത്തി, ആ കൃഷ്ണബോധം ഉണ്ടാകണം. അതിനാണല്ലോ സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത്, കസ്തൂരിമാന്റെ ഉദാഹരണം പറയും. കസ്തൂരിമാൻ അതിന്റെ ആ ഗന്ധത്തെ അറിയുന്നുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്. അറിയാതെ അന്വേഷിക്കാൻ പറ്റും. അതുപോലെ ഈ സ്വരൂപബോധത്തെ, മുക്തിയെ, ആ മുക്തിയെ, ബന്ധവിമുക്തിയെ അറിഞ്ഞിട്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. ആ അറിവ് നമ്മൾ പറയുന്നത് അകൃഷ്ണമാണ്, അപൂർണമാണ്. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രവൃത്തിയിൽ ഇവിടെ അനുഭവമാണിത്. പശ്യാമി, ശൃണോമി, സ്പൃശാമീതി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവത് അഞ്ജസ കൃഷ്ണം ആത്മാനം ന വേദ. അങ്ങനെ ഈ സ്വഭാവ പ്രവൃത്തിയിൽ ഇങ്ങനെ പോകുമ്പോൾ ജീവൻ ഇങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നുവെച്ചാൽ ശാസ്ത്രം, ഗുരു ഇതിന്റെ ഒന്നും സഹായം കൂടാതെ
കൃഷ്ണൻ ആത്മാനൻ നവേദ, സ്വസ്വരൂപത്തെ പൂർണ്ണമായി അറിയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി തന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഇരുന്നിട്ട് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് കൃഷ്ണമാത്മാനം വേദ എന്നാവും. ഈ തന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. കഥം പുനഃപശ്യൻ വേദ, എങ്ങനെ, അതിന്റെ ഉപായങ്ങളെ കുറിച്ചാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ശിഷ്യതി. ശാന്തി ശാന്തി.